ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു കുഞ്ഞ് സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ്. ആവശ്യമായ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുക്കാം. അതിനു മുമ്പ് കുറച്ച് നേരം നമുക്കിതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. കഷ്ണങ്ങളൊക്കെ കഴുകി തൊലിയൊക്കെ കളഞ്ഞെടുത്ത് സാമ്പാർ എല്ലാവരും വെക്കുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓരോരുത്തർ ഓരോ തരത്തിലല്ലേ വയ്ക്കുന്നത്. ഇവിടെ അമ്മ എങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാമ്പാറിന് വേണ്ട പരിപ്പെടുത്ത് അത് കഴുകിയെടുക്കാം. നല്ലതായിട്ട് കഴുകി വെച്ച പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്ത് എടുത്തത് ഒരു സവോള, ഉരുളക്കിഴങ്ങ്, തക്കാളി, പഴുത്ത തക്കാളി, പടവലങ്ങ, ചെറിയ കഷ്ണം വെള്ളരിക്ക, പച്ചമുളക്, വെണ്ടയ്ക്ക, ഇതൊക്കെയാണ് എടുത്തത്. ഇപ്പോൾ കുക്കറിലിട്ടു. ബാക്കി കഷ്ണം കൂടെ കുക്കറിലോട്ട് ഇടാം. നമുക്കിതിനകത്ത് ആവശ്യത്തിന് വെള്ളം എടുക്കണം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ കഷ്ണം വാളംപുളിയും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അടുപ്പ് വെച്ചിട്ടുണ്ട്. 3 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേന് വേകുമ്പോഴത്തേനെ കടുക് വറക്കാനുള്ള ഉള്ളിയും മുളകും കരിവേപ്പിലയൊക്കെ എടുത്ത് വെക്കാം. ഹലോ, നമ്മുടെ കഷ്ണം എല്ലാം വെന്തിരിക്കും. ഇനി കടുക് വറക്കാൻ പോവാണ്. ഹലോ, ഉലുവായും കടുകും പൊട്ടി കഴിഞ്ഞിട്ട് ഉലുവായും കടുകും പൊട്ടി ഇനിയും ഉള്ളിയും കരിവേപ്പിലയും ചുമന്ന മുളകും കൂടെ ഇട്ട് വറുത്തെടുക്കണം. വറുത്തിട്ട് സാമ്പാറിന് വേണ്ടി സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചൂടാക്കി കൊടുക്കണം. സാമ്പാർ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചൂടായി. ഇനി ഇതിനകത്തോട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് കായപ്പൊടി ഇട്ട് പുറത്ത് മസാലപ്പൊടികളെല്ലാം ചേർക്കണം. തിളച്ച് ഒന്ന് വെന്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വെന്തിട്ട് നമുക്ക് വാങ്ങി വെച്ച് ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കാം. സാമ്പാർ റെഡി. സാമ്പാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.